പ്രതിരോധ മേഖലയിൽ മറ്റൊരു വലിയ കുതിച്ചുചാട്ടം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ ഓരോ നീക്കവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തന്നെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന രജക് ULR-50 എന്ന അത്യാധുനിക സർവെയിലൻസ് സിസ്റ്റം ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ ഉപകരണം ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ മറ്റൊരു അഭിമാന നിമിഷമാണ്. എന്താണ് രജക് ULR-50? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ടാറ്റ സൺസിന്റെ കീഴിലുള്ള TASL ഭാരതത്തിൽ തന്നെ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ ഒരു ലോങ് റേഞ്ച് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സർവെയിലൻസ് പ്ലാറ്റ്ഫോമാണ് രജക് ULR-50. ആധുനിക യുദ്ധമുറകൾ ഡ്രോൺ അധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ പ്രയാസമുള്ള നുഴഞ്ഞുകയറ്റക്കാരെയും ചെറിയ ഡ്രോണുകളെയും അതിവേഗത്തിൽ തിരിച്ചറിയാൻ ഈ സംവിധാനം ഇന്ത്യയെ സഹായിക്കുന്നു. വെറുമൊരു നിരീക്ഷണ ക്യാമറ എന്നതിലുപരി കൃത്യമായ വിവരങ്ങൾ വിശകലനം ചെയ്ത് അതിവേഗത്തിൽ പ്രതികരിക്കാൻ സൈന്യത്തെ പ്രാപ്തമാക്കുന്ന ഒരു സജീവ നിരീക്ഷണ കേന്ദ്രമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ അതിർത്തികളിലെ സുരക്ഷാ പഴുതുകൾ അടയ്ക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നു. രജക് ULR-50യുടെ സാങ്കേതിക മികവ് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 50 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രു വാഹനങ്ങളെയും 40 കിലോമീറ്ററിന് അപ്പുറമുള്ള മനുഷ്യ സാന്നിധ്യത്തെയും കൃത്യമായി തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് സാധിക്കും. ഇന്നത്തെ കാലത്ത് പ്രതിരോധ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ചെറിയ ഡ്രോണുകളെ പോലും 10 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടെത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇത്രയും വലിയ ദൂരപരിധിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് വഴി ശത്രുക്കൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് മിനിറ്റുകൾക്ക് മുമ്പേ നമ്മുടെ സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം ലഭിക്കുന്നു. ഈ അധിക സമയം ശത്രു നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കാനും ഇന്ത്യയെ സഹായിക്കുന്നു. പ്രതിരോധ ലോകത്ത് റഡാറുകളെ നാം ചെവികൾ എന്നാണ് വിളിക്കുന്നത്. അവ മിസൈലുകളെയും വിമാനങ്ങളെയും ശബ്ദത്തിലൂടെയും തരംഗങ്ങളിലൂടെയും തിരിച്ചറിയും. എന്നാൽ ടാറ്റയുടെ രജക് ULR-50 ഇന്ത്യയുടെ സുരക്ഷാ വലയത്തിലെ അതീവ സൂക്ഷ്മതയുള്ള കണ്ണായി മാറുന്നു. റഡാറുകളുടെ പരിധിയിൽപ്പെടാതെ പോയേക്കാവുന്ന ചെറിയ വസ്തുക്കളെ പോലും കൃത്യമായി ദൃശ്യവൽക്കരിക്കാൻ ഇതിലെ അത്യാധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾക്ക് സാധിക്കും. റഡാറുകൾ നൽകുന്ന സൂചനകളെ വ്യക്തമായ ദൃശ്യങ്ങളാക്കി മാറ്റി ശത്രുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ സംവിധാനം ലഡാക്കിലെ അതിശൈത്യത്തിലും അരുണാചൽ പ്രദേശിലെ ദുർഘടമായ കാലാവസ്ഥയിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇതിലൂടെ അതിർത്തികളിൽ കൂടുതൽ ശക്തവും സമഗ്രവുമായ ഒരു പ്രതിരോധ കവചം തീർക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണിത്. ഇതിനു മുമ്പ് ഭാരത് ഇലക്ട്രോണിക്സ് നിർമ്മിച്ച നിരീക്ഷണ സംവിധാനങ്ങൾ ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ ദൂരപരിധി മാത്രമാണ് നൽകിയിരുന്നത്. ഇസ്രായേലിൽ നിന്നും യൂറോപ്പിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്ന ലോകോത്തര സിസ്റ്റങ്ങൾ പോലും 30 മുതൽ 50 കിലോമീറ്റർ വരെ റേഞ്ചിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആഗോള നിലവാരത്തിലുള്ള ഈ വിദേശ സാങ്കേതിക വിദ്യകളോട് കിടപിടിക്കുന്നതോ അല്ലെങ്കിൽ അവയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതോ ആയ ഒരു സംവിധാനം ടാറ്റ വികസിപ്പിച്ചെടുത്തു എന്നതിലാണ് ഇതിന്റെ വിജയം. വിദേശ ഇറക്കുമതി ആശ്രയിക്കാതെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധം തീർക്കാൻ നമ്മുടെ സ്വദേശി സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെന്ന് രജക് ULR-50 തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യാനും ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇത് വഴി തുറക്കുന്നു. അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ സുപ്രധാനമായ വ്യോമതാവളങ്ങൾ, കപ്പൽശാലകൾ, റിഫൈനറികൾ തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇനി രജക് ULR-50 സജ്ജമാണ്. ആത്മനിർഭർ ഭാരത് എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഉറച്ച ചുവടുവയ്പ്പാണെന്ന് ടാറ്റ ഈ നേട്ടത്തിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ലോക നിലവാരത്തിലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഈ സംവിധാനം അടിവരയിടുന്നു.